അവിവാഹിതരായ അമ്മമാരുടെ കുട്ടികൾക്ക് പിതൃത്വ രേഖകളില്ലാത്ത OBC സർട്ടിഫിക്കറ്റിനായി സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നു. പിതാവിനെ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെടരുത്. അമ്മ OBC വിഭാഗത്തിലാണെങ്കിൽ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി സംസ്ഥാനങ്ങളുടെ പ്രതികരണം തേടി. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചേരുകയാണ്. ഷപ്ന, ഈ വിഷയം ഏത് സാഹചര്യത്തിലാണ് കോടതി പരിഗണിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു അധ്യാപിക നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. ഇവർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന കാര്യം അവിവാഹിതരായ അമ്മമാരുടെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർക്ക് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് SC/ST സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. എന്നാൽ OBC വിഭാഗത്തിൽ അത് അച്ഛൻ്റെ, അതായത് പിതാവിൻ്റെ ബന്ധുക്കളുടെ, രക്തബന്ധുക്കളുടെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്നാണ് നിയമം. അത് വിവേചനമാണ് എന്നാണ് ഹർജിക്കാരി ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. കാരണം SC/ST കുട്ടികൾക്ക് അമ്മയുടെ ജാതി അനുസരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ OBC വിഭാഗത്തിന് അത്തരത്തിൽ നൽകുന്നില്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ തുനിയുകയുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അറിയിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഈ ഹർജിക്കാരി തന്നെ ഉന്നയിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 21 ലംഘനമാണ് ഇത്തരത്തിൽ OBC കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കൽ. കാരണം അമ്മ വളർത്തുന്ന കുട്ടിയെ ഈ പിതാവ് പിതൃത്വ രേഖകൾ ഹാജരാക്കാതെ തന്നെ ഇത്തരത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. അമ്മയുടെ സാമ്പത്തിക പശ്ചാത്തലം ഇത് കാരണമാകുകയും വേണം. കാരണം ക്രീമി ലെയർ അടക്കമുള്ള ഈ സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജാതി സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്. ഈ സാഹചര്യത്തിൽ അവിവാഹിതരായ അമ്മമാർ വളർത്തുന്ന കുട്ടികൾക്ക് OBC സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട് എന്ന രീതിയിലാണ് കോടതിയുടെ നിലപാട്. ഏതായാലും ഇതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വേണം എന്ന് ഹർജിക്കാർ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ ഇത്തരത്തിലൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാൻ തുനിയുകയുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളോട് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. ജൂലൈ 22-ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഏതാണ്ട് വളരെ പുരോഗമനപരമായ ഒരു നീക്കം തന്നെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. സംസ്ഥാനങ്ങളുടെ നിലപാട് എന്താകും ഷപ്ന എന്ന് വേണം മനസ്സിലാക്കാൻ? ങ്ങളും അതിൽ എന്ത് നിലപാടെടുക്കും എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം SC/ST, ഞാൻ നേരത്തെ പറഞ്ഞു, SC/ST വിഭാഗക്കാർക്ക് അത്തരത്തിൽ അവിവാഹിതരായ SC/ST സ്ത്രീകൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് SC/ST സർട്ടിഫിക്കറ്റ് നൽകാം എന്ന കാര്യത്തിൽ അത് കൃത്യമായൊരു നിയമമുണ്ട്. കോടതി തന്നെ ഇത്തരത്തിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഈ അമ്മ വളർത്തുന്ന കുട്ടികൾക്ക് അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റ് വേണോ അതോ അച്ഛൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് വേണോ അല്ലെങ്കിൽ അവർ ഏത് ജാതിയിൽ വളരണം എന്നത് സംബന്ധിച്ച് അത് ഓരോ പ്രത്യേക വിഷയമായി പരിഗണിച്ചാണ് കോടതികൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അമ്മ വളർത്തുന്ന കുട്ടികൾ അമ്മയുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അമ്മയുടെ ജാതിയും, മറിച്ചാണെങ്കിൽ അച്ഛൻ്റെ ജാതിയും സർട്ടിഫിക്കറ്റാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയി അമ്മ തന്നെ വളർത്തുന്ന ഒരു ആ കുഞ്ഞിന് അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റ് തന്നെ നൽകേണ്ടി വരും. ആ രീതിയിൽ അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം OBC വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. OBC വിഭാഗത്തിന് നമുക്കറിയാം സംവരണ വിഭാഗത്തിൽപ്പെട്ടവരാണ് OBC. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജാതി സർട്ടിഫിക്കറ്റ് വേണം എന്ന രീതിയിൽ അല്ലെങ്കിൽ അമ്മ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിൽ വളരേണ്ടതുണ്ട്, അവർക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത്. അത് ഏകദേശം ഒരു പോസിറ്റീവായ നിലപാടാണ് സുപ്രീം കോടതി എടുക്കുന്നത്. ഏതായാലും സംസ്ഥാനങ്ങളും ഇതിൽ ഒരു വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.